ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ എങ്ങനെ പാസീവ് വോയിസ് പറയാമെന്ന് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ എങ്ങനെ പാസീവ് വോയിസ് പറയാം, എങ്ങനെ പാസീവ് വോയിസ് ഉണ്ടാക്കാം നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരുന്നു എന്ന് പറയാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക. ഓക്കെ, എന്താണ് ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു. ഇനി നമ്മുടെ കയ്യിൽ പാസീവ് വോയിസിൽ സിമ്പിൾ പാസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഒരു ഫോർമുലയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേർ. എപ്പോഴാണ് വാസ് ചേർക്കുക? വാസ് ചേർക്കേണ്ടത് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ്. അതല്ല സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് വേർ ആണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ഒരു കൺഫ്യൂഷൻ വേണ്ട, എന്താണ് വെർബ് തേർഡ് ഫോം. കാരണം പാസീവ് വോയിസിൽ എപ്പോഴും വെർബ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി പലർക്കും സംശയമുള്ള ഒരു സംഭവമാണ്, പാസീവ് വോയിസിൽ സബ്ജക്റ്റ് ആണോ ഉപയോഗിക്കേണ്ടത് അതോ ഒബ്ജക്റ്റ് ആണോ? എന്താണ്, സബ്ജക്റ്റ് ആണോ അതോ ഒബ്ജക്റ്റ് ആണോ ഉപയോഗിക്കേണ്ടത്? ഒരു സംശയം വേണ്ട, സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അതിൻ്റെ കാരണം വെർബിൻ്റെ മുന്നേ ഒരു കാരണവശാലും ഒബ്ജക്റ്റ് വരാൻ പാടില്ല. എന്താ പറഞ്ഞ്, വെർബിൻ്റെ മുന്നേ ഒബ്ജക്റ്റ് വരാറേ ഇല്ല, എപ്പോഴും സബ്ജക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവിലോട്ട് മാറ്റുമ്പോൾ ആക്റ്റീവ് വോയിസിൻ്റെ ഒബ്ജക്റ്റ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ് ആയിട്ട് വരും. അവിടെയും നമ്മൾ ആക്റ്റീവ് വോയിസിൻ്റെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പാസീവ് വോയിസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒബ്ജക്റ്റ് അല്ല എഴുതുക, അവിടെ സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഓക്കെ, ഇനി അടുത്താണ് പാസീവ് വോയിസിൽ സാധാരണ സബ്ജക്റ്റ് ഒരു വർക്ക് ചെയ്യാറില്ല. കാരണം നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്ന എപ്പോഴാണ്? നമുക്ക് ചെയ്ത വ്യക്തി ആരാണെന്ന് അറിയില്ല. ചെയ്ത വ്യക്തി ആരാണെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഒന്നാമത്തെ നമ്മുടെ പാസീവ് വോയിസിൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ്, എക്സാമ്പിൾ ആണ് എന്ത്, ഇന്നലെ രാവിലെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ നിങ്ങൾ ചോദിക്കണം, ഇന്നലെ രാവിലെ എന്ത് പറ്റി? ഞാൻ വിളിച്ചിരുന്നല്ലോ, 10 പ്രാവശ്യം വിളിച്ചു, കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ പറയാമോ, ഇന്നലെ രാവിലെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നടാ, ഇന്നലെ രാവിലെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറയാം. അപ്പോൾ പാസീവ് വോയിസ് പറയേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ പറയാം. യെസ്, ആദ്യം എൻ്റെ മൊബൈൽ, മൈ മൊബൈൽ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ, ഒന്നല്ലേ, അതുകൊണ്ട് വാസ് ചേർക്കണം. മൈ മൊബൈൽ വാസ്, ഇനി അടുത്താണ് സ്വിച്ച് ഓഫ്, ഫസ്റ്റ് ഫോം ആണ്, അതിൻ്റെ തേർഡ് ഫോം ആണ്. സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സ്വിച്ച്ഡ് ഓഫ്. എന്താ പറയുക, സ്വിച്ച്ഡ് ഓഫ്, ഇ ഡി ഫോം. മൈ മൊബൈൽ വാസ് സ്വിച്ച്ഡ് ഓഫ് യെസ്റ്റർഡേ മോർണിംഗ്. ഇന്നലെ രാവിലെ എന്ന് പറയാം, യെസ്റ്റർഡേ മോർണിംഗ്. അപ്പോൾ എന്തായി, ഓ ഐ എം റിയലി സോറി ബിക്കോസ് മൈ മൊബൈൽ വാസ് സ്വിച്ച്ഡ് ഓഫ് യെസ്റ്റർഡേ മോർണിംഗ്. മൈ മൊബൈൽ വാസ് സ്വിച്ച്ഡ് ഓഫ് യെസ്റ്റർഡേ മോർണിംഗ്. ഇന്നലെ രാവിലെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. സിമ്പിൾ അല്ലേ? ഇനി രണ്ടാമതാണ്, മിനിഞ്ഞാന്ന് ആ കട അടവായിരുന്നല്ലോ. മിനിഞ്ഞാന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിരുന്നു, പക്ഷേ ആ കട അടവായിരുന്നു. എന്നുവെച്ചാൽ മിനിഞ്ഞാന്ന് ആ കട അടവായിരുന്നു എന്ന് പറയണം. എങ്ങനെ പറയാം? ഡുവർ ഉണ്ടോ, ചെയ്യുന്ന ആളുണ്ടോ? ഇല്ല, പാസീവ് വോയിസിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ആ കട എന്താ പറയുക, ദാറ്റ് ഷോപ്പ്. എന്താ പറയുക, ദാറ്റ് ഷോപ്പ് സിംഗുലറിലെ വാസ് ഉപയോഗിക്കണം. ദാറ്റ് ഷോപ്പ് വാസ് ക്ലോസ്ഡ്, വെർബ് തേർഡ് ഫോം. എന്തായി, ദാറ്റ് ഷോപ്പ് വാസ് ക്ലോസ്ഡ്. എപ്പോൾ? മിനിഞ്ഞാന്ന്. എന്താ പറയുക, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, അത് ഇവിടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്തായി, ദാറ്റ് ഷോപ്പ് വാസ് ക്ലോസ്ഡ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ദാറ്റ് ഷോപ്പ് വാസ് ക്ലോസ്ഡ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. എത്ര സിമ്പിളാണ് അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം, തേർഡാണ്, കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. അത്ര പറയേണ്ടുള്ളൂ. ആരുണ്ടാക്കിയൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്രേ പറയേണ്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പറയാം. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആണ് ബിരിയാണി. ഓക്കെ, ബിരിയാണി വാസ്, ബിരിയാണി സിംഗിളല്ലേ, അൺകൗണ്ടബിൾ ആണ്, കൗണ്ട് ചെയ്യാൻ കഴിയില്ല. ബിരിയാണി വാസ് ഉണ്ടാക്കുക, മെയ്ക്ക്, മെയ്ക്കിൻ്റെ തേർഡ് ഫോം ആണ് മെയ്ഡ്. എന്തായി, ബിരിയാണി വാസ് മെയ്ഡ്, ബിരിയാണി ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നു. എവിടെ? അറ്റ് മൈ ഹോം, എൻ്റെ വീട്ടിൽ. എപ്പോ? ലാസ്റ്റ് സൺഡേ. എന്നാണ് ലാസ്റ്റ് സൺഡേ. ഉണ്ടോ, ബിരിയാണി വാസ് മെയ്ഡ് അറ്റ് മൈ ഹോം ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പറയാണ്, 2 ദിവസം മുന്നേ അവൻ്റെ ഫോൺ കളർ പോയി.
2 ദിവസം മുന്നേ അവൻ്റെ ഫോൺ കളവ് പോയി. ആരാണ് കട്ടത് അറിയോ? ഇല്ല, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അവൻ്റെ ഫോൺ ആദ്യം എഴുതാം. ഹിസ് ഫോൺ, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. പാസീവ് വോയിസിൽ സബ്ജക്റ്റ് വർക്ക് ചെയ്യാറില്ല, അത് മറക്കരുത്. എന്താണ് പാസീവ് വോയിസിൽ സബ്ജക്റ്റ് വർക്ക് ചെയ്യാറില്ല, സബ്ജക്റ്റ് വർക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ആക്ഷൻ സ്വീകരിക്കുകയാണ് ചെയ്യുക, അത് മറക്കരുത്. ഹിസ് ഫോൺ, അവൻ്റെ ഫോൺ, സിംഗുലറല്ലേ, ഒന്നല്ലേ, അതുകൊണ്ട് വാസ്. ഹിസ് ഫോൺ വാസ് സ്റ്റോളൻ. ഹിസ് ഫോൺ വാസ് സ്റ്റോളൻ. ഉണ്ടോ? സ്റ്റോളൻ, സ്റ്റീൽ, സ്റ്റീൽ കക്കുക, സ്റ്റീൽ. ഓക്കെ, അതിൻ്റെ തേർഡ് ഫോം ആണ് എന്ത്? സ്റ്റോളൻ. ഹിസ് ഫോൺ വാസ് സ്റ്റോളൻ എന്ത്? 2 days ago, 2 ദിവസം മുന്നേ. എന്തായി? ഹിസ് ഫോൺ വാസ് സ്റ്റോളൻ 2 days ago, 2 ദിവസം മുന്നേ അവൻ്റെ ഫോൺ കളവ് പോയി. എന്താ ചെയ്യുക? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തും പറയാണ്, ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വില്ലേജിൽ ഒരു ആഴ്ച മുമ്പ് ഒരു പുതിയ പാലം നിർമ്മിച്ചു. ഞങ്ങളുടെ വില്ലേജിൽ ഒരാഴ്ച മുമ്പ് ഒരു പുതിയ പാലം നിർമ്മിച്ചു. ആരാ നിർമ്മിച്ചത്? അറിയില്ല. പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ നിർമ്മിച്ചത്? ഒരു പാലം, എ ബ്രിഡ്ജ്, എ ന്യൂ ബ്രിഡ്ജ്. നോക്കൂ, എ ന്യൂ ബ്രിഡ്ജ്, ഒരു പുതിയ പാലം, സിംഗുലറല്ലേ, അതുകൊണ്ട് ഞാൻ പറയും എ ന്യൂ ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ്. തേർഡ് ഫോം ആണ് കൺസ്ട്രക്റ്റഡ്. എ ന്യൂ ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ അവർ വില്ലേജ്, ഞങ്ങളുടെ വില്ലേജിൽ. എപ്പോൾ? എ വീക്ക് എഗോ. ഇനി എനിക്ക് പറയണം, ഇന്നലെ യൂട്യൂബിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. എന്താണ്? ഇന്നലെ യൂട്യൂബിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ആര്? അതൊന്നും അറിയില്ല, ഇത്ര പറയേണ്ടതുള്ളൂ. ഇന്നലെ യൂട്യൂബിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ പാസീവ് വോയിസ് പറയാം. ആദ്യം 3 വീഡിയോസ്, പ്ലൂറൽ ഫോം ആയതുകൊണ്ട് വേർ ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം? വേർ. 3 വീഡിയോസ് വേർ അപ്ലോഡഡ്. എവിടെ? ഓൺ യൂട്യൂബ്. എപ്പോൾ? യെസ്റ്റർഡേ. അപ്പോൾ എന്തായി? 3 വീഡിയോസ് വേർ അപ്ലോഡഡ് ഓൺ യൂട്യൂബ് യെസ്റ്റർഡേ. എത്ര സിമ്പിളാണ്. ഇനി ഞാൻ പറയാണ്, ഇന്നലെ എൻ്റെ വീട് പെയിൻ്റ് അടിച്ചു. ഇന്നലെ എൻ്റെ വീട് പെയിൻ്റ് അടിച്ചു. ആര്? അറിയില്ല. പാസീവ് വോയിസ്. എന്താണ്? മൈ ഹൗസ്, സിംഗുലർ കേട്ടോ. മൈ ഹൗസ് വാസ് പെയിൻറ്റഡ് യെസ്റ്റർഡേ. മൈ ഹൗസ് വാസ് പെയിൻറ്റഡ് യെസ്റ്റർഡേ. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചിരുന്നു. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയാണ്, ആ ഷോപ്പ് ഉണ്ടല്ലോ, ആ കട എല്ലാ ഞായറാഴ്ചയും അടവാണ്. ആ കട എല്ലാ ഞായറാഴ്ചയും അടവാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ദാറ്റ് ഷോപ്പ് ഈസ് ക്ലോസ്ഡ് എവ്രി സൺഡേ. അത് സിമ്പിൾ പ്രസന്റ് ആണ് കേട്ടോ. എന്താണ്? ദാറ്റ് ഷോപ്പ് ഈസ് ക്ലോസ്ഡ് എവ്രി സൺഡേ. എല്ലാ ഞായറാഴ്ചയും ആ കട അടവാണ്. ഇനി ഞാൻ പറയാണ്, ഇന്ന് രാവിലെ ആ കട അടവായിരുന്നു. ഇന്ന് രാവിലെ ആ കട അടവായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കും സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. എങ്ങനെ? ദാറ്റ് ഷോപ്പ് വാസ് ക്ലോസ്ഡ് ദിസ് മോർണിംഗ്. ദാറ്റ് ഷോപ്പ് വാസ് ക്ലോസ്ഡ് ദിസ് മോർണിംഗ്. ഇനി ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് വളരെ മനോഹരമായിട്ട് പറയാനും കഴിയും, ഉണ്ടാക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു എവരിവൺ.